ഹലോ ഗായ്സ്, നമുക്ക് നോമ്പ് തുറക്കാൻ നേരത്തെ ശകലം കറി കൂട്ടാനായിട്ട് ഞാൻ 5-6 കഷ്ണം ഇറച്ചിയെടുത്ത് കുക്കറിനകത്തിട്ട് വേവിക്കുകയാണ് ഗൈസ്. ഇതിനകത്ത് ഉപ്പ് ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ ഇങ്ങനെ ഇട്ട് വേവിക്കുവാണ് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടാനാണ് ഗൈസ്. പിന്നെ അടുത്തോട്ടൊന്നും നമുക്ക് വരാൻ പറ്റില്ല, അത്രയ്ക്ക് തിളപ്പാം. നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. ഇതിനകത്ത് കൊടുത്തേക്കുന്നത് കണ്ടോ നിങ്ങൾ? ഇതിൽ സവാളയുണ്ട്, കൊച്ചുള്ളിയുണ്ട്, നല്ല മുളകുണ്ടല്ലോ, ഞാൻ പൊടിച്ച് വീട്ടിൽ തന്നെ വറുത്ത് പൊടിക്കുന്ന മുളക്, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയുണ്ട്. അത് നല്ല കട്ടിക്കാക്കിയതെന്ന് വെച്ചാൽ ഇത് കൊച്ചുള്ളി, ഒരുപാട് കൊച്ചുള്ളി എടുത്തതായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ സവാളയും കൂടെ ചേർത്ത്, കാരണം കൊച്ചുള്ളി മാത്രമാണെങ്കിലും പറ്റത്തില്ല. കണ്ടോ ഗൈസ്, ഇത് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് ഇതായതുകൊണ്ടാണ് ഈ മുളകിനൊക്കെ ഇത്രയും കളറും. വറുത്ത മുളകില്ലേ ഗൈസ്, പണ്ടത്തെ നമ്മളെ മുളക് വറുക്കത്തില്ലേ പണ്ടത്തെ അമ്മൂമ്മമാർ, മല്ലി മുളകും ഒക്കെ. അങ്ങനെ ഞാൻ ടൈം കിട്ടുമ്പോഴേക്ക് ഇച്ചിരിച്ച് എടുത്ത് കഴുകി വറുത്തെടുക്കും ഗൈസ്. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും. കണ്ടോ? ഇനി ഇതിനകത്ത് നമുക്ക് ഇച്ചിരി പുളിവെള്ളവും കൂടെ ഒഴിച്ചാൽ മതി. ഞാൻ എപ്പോഴും പുളിവെള്ളം ചേർക്കും ഗൈസ്. കണ്ടോ? നല്ല തിക്കായിട്ടിരിക്കുക. കണ്ടോ? കട്ടിക്ക്. ഞാനേ ഇതൊന്ന് സെറ്റാക്കിയിട്ട് വെക്കാം, കാണിക്കാം കേട്ടോ ഗൈസ്. നിങ്ങൾ ഈ ബ്രൗൺ കളർ വന്നതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. വറുത്ത മുളക് വറുത്തിട്ട് പൊടിക്കണം ഗൈസ്, എങ്കിലേ ഇങ്ങനെ ബ്രൗണിഷ് കളറാവും. വേറൊന്നും ചേർക്കണ്ട. കേട്ടോ? നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ഇപ്പോൾ എടുക്കും. ഞാനേ 1 പിഞ്ച് ഉലുവ ഇടാൻ മറന്നു. ഉലുവയും കഴുകി വറുത്ത് ഉണക്കിയൊക്കെ പൊടിക്കുന്നതാണ് ഗൈസ്. എൻ്റെ ജോലി ശീലം. എനിക്ക് കടയിൽ നിന്ന് മേടിക്കുന്നേ അരപ്പ് വെള്ളം ബാക്കി, പുളിവെള്ളവും കൂടെ ഉണ്ട്. പുളി പിഴിഞ്ഞതും കൂടെ ഉണ്ട്. ഇനി നമുക്കൊരൊറ്റ തിളപ്പാണ് ഗൈസ്. നമ്മളെ ചിക്കൻ ഇങ്ങനെ സെറ്റായി നല്ല ഡാർക്ക് കളറിൽ ഇങ്ങനെ കിട്ടും ഗൈസ്. പണ്ടൊക്കെ ചുമ്മാ അല്ല, അമ്മൂമ്മമാർ മുളകും മല്ലിയൊക്കെ നല്ല മുഴുവനേ തന്നെ വെച്ച് കഴുകി ഉണക്കി അരച്ചെടുക്കുന്നത് ഗൈസ്. വീണ്ടും കാണാം നമുക്ക് കേട്ടോ ഗൈസ്. ഞാൻ ദൂരെ നിന്ന് കാണിക്കാം ഗൈസ്. വീഡിയോ ഭയങ്കര പുകയല്ല, ആവി. ഈ നമ്മുടെ ഈ കുക്കറില്ലേ, കണ്ടോ ഗൈസ്, നല്ല തിക്കായിട്ടുള്ള കറി. സൂപ്പർ മണമാണ്. കണ്ടോ? നമുക്ക് ഇത്രയും മതി, കാരണം ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ ഇച്ചിരി ഒഴിച്ച് കുടിക്കണം ഗൈസ്, കഴിക്കണം. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഇവിടുത്തെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി വരത്തില്ലേ, ബാക്കി വരുന്നത് പറ്റിച്ചങ്ങ് നോക്കാം. ഇതിപ്പം ജസ്റ്റ് ഇത് മതി. ഇങ്ങനൊരു സ്പീഡങ്ങ് കൂട്ടി വെച്ചാൽ മതി ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ആരോഗ്യ സൗഖ്യം നേരുന്നു. എൻ്റെ ഈസി ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ കറി വീഡിയോ കാണണേ ഗൈസ്. ബിക്കോസ് നമ്മുടെ ഈ ചുമന്നുള്ളിയും കൊച്ചു ജീരകവും വലിയ ജീരകവും മല്ലിയും മഞ്ഞളും ഉലുവയും എല്ലാം, നല്ല വെളിച്ചെണ്ണയും വെളുത്തുള്ളി, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നതാണ് ഗൈസ്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ആരോഗ്യ സൗഖ്യം നേരുന്നു. നമ്മളെ SSLC +1 +2 കുഞ്ഞുങ്ങൾക്കും പ്രൊഫഷണൽ കോഴ്സുകളും എല്ലാം എക്സാമൊക്കെ നടക്കുന്ന സമയമാണ് ഗൈസ്. എല്ലാവർക്കും ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ ചെയ്യുന്നതാണ് കേട്ടോ ഗൈസ്. ഓക്കേ, ബൈ.